വൈഗയും ഇടനാഴിയിലെ നിഴലുകളും. വില്ലോ സ്ട്രീറ്റിലെ ആ മനോഹരമായ വീട്ടിലായിരുന്നു വൈഗ താമസിച്ചിരുന്നത്. മഞ്ഞ നിറമുള്ള ഭിത്തികളും മൃദുവായ പരവതാനിയുമുള്ള തന്റെ മുറി അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ അടുക്കളയിൽ പോയി വെള്ളം കുടിക്കേണ്ടി വരുമ്പോൾ അവൾ മുറിയുടെ വാതിൽക്കൽ തറഞ്ഞു നിൽക്കും. നീളമുള്ള ആ ഇരുണ്ട ഇടനാഴിയിൽ എവിടെയോ പ്രേതങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് അവൾ ഭയപ്പെട്ടു. അവളുടെ അച്ഛൻ സുജിത്ത് അവൾ അവിടെ പേടിച്ചു നിൽക്കുന്നത് കണ്ടു. അദ്ദേഹം അവളുടെ അരികിലെത്തി മുട്ടുകുത്തിയിരുന്നു. നമ്മുടെ ഇടനാഴി വീണ്ടും ഒരു പേടിപ്പെടുത്തുന്ന കാടായി മാറിയോ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വൈഗ പതുക്കെ തലയാട്ടി. അച്ഛാ, അവിടെ പ്രേതങ്ങളുണ്ട്. ലോണ്ട്രി മുറിയുടെ അടുത്ത് വെള്ളവസ്ത്രം ധരിച്ച ഒരാളെ ഞാൻ കണ്ടു. സുജിത്ത് അവളുടെ കൈ പിടിച്ചു. പ്രേതങ്ങൾ വെറും നാണക്കാരായ കഥകളാണെന്ന് നിനക്കറിയാമോ? അദ്ദേഹം രഹസ്യമായി പറഞ്ഞു. നിന്റെ തലച്ചോറിൽ ഒരുപാട് നല്ല ചിന്തകളുണ്ട്. അതുകൊണ്ട് ഇരുട്ട് കാണുമ്പോൾ നിനക്ക് ഓരോ രൂപങ്ങൾ തോന്നുന്നതാണ്. നമ്മുടെ വീട്ടിൽ പ്രേതങ്ങളില്ല വൈഗ, പകരം കാത്തുനിൽക്കൂ, രൂപങ്ങൾ മാത്രമേയുള്ളൂ. അടുത്തു ചെന്ന് നോക്കുന്നതുവരെ മാത്രം പേടി തോന്നുന്ന ഒന്നാണ് ഈ കാത്തുനിൽക്കൂ രൂപങ്ങൾ, സുജിത്ത് വിശദീകരിച്ചു. അവർ പതുക്കെ മുന്നോട്ടു നടന്നു. ആ വെള്ളപ്രേതത്തെ നോക്കൂ, അദ്ദേഹം വിരൽ ചൂണ്ടി. അടുത്തു ചെന്നപ്പോൾ അത് വെറുമൊരു കസേരയിൽ വിരിച്ചിട്ടിരുന്ന വെള്ള ബെഡ്ഷീറ്റാണെന്ന് വൈഗ കണ്ടു. ഇത് എന്റെ പുതപ്പാണല്ലോ, അവൾ ചിരിച്ചുകൊണ്ടു പറഞ്ഞു. പെട്ടെന്ന് ജനലിൽ നിന്ന് ടക് 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 എന്ന ശബ്ദം കേട്ടു. വൈഗ ഞെട്ടിപ്പോയി. പ്രേതങ്ങൾ അകത്തേക്ക് വരാൻ മുട്ടുകയാണോ അച്ഛാ? അവൾ ചോദിച്ചു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മെലിഞ്ഞ വിരലുകൾ കൊണ്ട് ആരോ തട്ടുന്നതായി അവൾക്ക് തോന്നി. അവളുടെ പേടി കൂടി വന്നു. സുജിത്ത് അവളുടെ അടുത്തെത്തി ഒരു ചെറിയ ലാമ്പ് തെളിയിച്ചു. അത് പുറത്തെ പ്ലാവിലകൾ നമ്മളോട് ഹലോ പറയുന്നതാണ് മോളെ, അദ്ദേഹം പറഞ്ഞു. കാറ്റടിക്കുമ്പോൾ മരച്ചില്ല ജനലിൽ മുട്ടുന്നതാണ്. പ്രേതങ്ങളല്ല, മരത്തിനൊരു ഹെയർകട്ട് ആവശ്യമാണെന്ന് തോന്നുന്നു. അദ്ദേഹം വിരലുകൾ കൊണ്ട് കത്രിക പോലെ കാണിച്ചത് കണ്ട് വൈഗ പൊട്ടിച്ചിരിച്ചു. അങ്ങനെയെങ്കിൽ അടുക്കളയിൽ തിളങ്ങുന്ന ആ കണ്ണുകളോ? വൈഗ ചോദിച്ചു. ഇരുട്ടിൽ 2 ചുവന്ന കണ്ണുകൾ അവരെ നോക്കുന്നുണ്ടായിരുന്നു. സുജിത്ത് അവളെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി മൈക്രോവേവ് കാണിച്ചുകൊടുത്തു. ഈ ചുവന്ന കണ്ണുകൾ നമുക്ക് ലഘുഭക്ഷണം കഴിക്കാൻ സമയമായി എന്ന് പറയുന്ന മൈക്രോവേവിലെ ക്ലോക്കാണ്, അദ്ദേഹം പറഞ്ഞു. സുജിത്ത് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ടോർച്ചെടുത്തു. അദ്ദേഹം അത് വൈഗയ്ക്ക് നൽകി. ഇത് വെറുമൊരു വെളിച്ചമല്ല, ഇതൊരു സത്യം കണ്ടെത്തുന്ന ഉപകരണമാണ്. നീ എപ്പോഴെങ്കിലും ഒരു പ്രേതത്തെ കണ്ടാൽ ഇതിന്റെ വെളിച്ചം അവിടെ അടിച്ചാൽ മതി. അപ്പോൾ ആ പ്രേതം ഒരു ബെഡ്ഷീറ്റോ മരച്ചില്ലയോ ഒക്കെയായി മാറും. വൈഗ ടോർച്ച് വാങ്ങി അത് ഓൺ ചെയ്തു. തറയിലൂടെ പ്രകാശത്തിന്റെ ഒരു വലിയ കിരണം തെളിഞ്ഞു. അവൾക്ക് നല്ല ധൈര്യം തോന്നി. അച്ഛന്റെ കൈ പിടിക്കേണ്ട ആവശ്യം അവൾക്ക് തോന്നിയില്ല. അവൾ തിരിഞ്ഞു നടന്നു. ആ വെളിച്ചം ഒരു വലിയ വാളുപോലെ അവൾക്ക് മുന്നിൽ വഴികാട്ടി. അവൾ തന്റെ മുറിയിലെത്തി ലൈറ്റ് അണച്ചു. ഇടനാഴിയിൽ ഇപ്പോഴും ഇരുട്ടാണ്, പക്ഷേ വൈഗയ്ക്കിപ്പോൾ പേടിയില്ല. വീടിനുള്ളിലെ ശബ്ദങ്ങളും നിഴലുകളും എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി പതിയെ പറഞ്ഞു, ഗുഡ് നൈറ്റ്, കാത്തുനിൽക്കൂ രൂപങ്ങളെ. അവൾ വേഗത്തിൽ നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണു.